പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ട്രംപിൻ്റെ ഭീഷണിക്കിടയിലും കുളിർതന്നലായി ഓഹരി വിപണി. ദീർഘ ദിവസങ്ങളിലായിട്ട് തുടർച്ചയായ ഇടിവിന് ശേഷം ഇന്നലെ അല്പം ആശ്വാസമായി വിപണിക്ക് ചെറിയ കുതിപ്പ് കണ്ടെത്തി. 22,337 22,045 ഒക്കെ നിന്നിടത്തുനിന്ന് കയറിയതാണ്. അത് ഇന്ന് കാരണം ആയിട്ട് പറയുന്നത് റിസർവ് ബാങ്ക് ലിക്വിഡിറ്റി ഇഷ്യൂ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് OMO പരിഹരിക്കാനായി 1,00,000 കോടി രൂപ കൂടി ഫണ്ട് ഇൻജക്ട് ചെയ്തത് 3ാമത്തെ തവണയാണ് റിസർവ് ബാങ്ക് ചെയ്യുന്നത്. അത് ഒരു കാരണമാണ്. പിന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായ ചെറിയ കുതിപ്പ്, അതിന് കാരണം ട്രംപ് താരിഫ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഏപ്രിൽ മാസത്തേക്ക് ദീർഘിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം, ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് വന്നത് ഇന്ത്യക്ക് ഒരു ഭീഷണിയോട് കൂടി അതിൻ്റെ അകത്ത് പൊതിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താരിഫ് നിരക്ക് നല്ലത് 100% വരെ വർദ്ധിപ്പിച്ചേക്കാം എന്നൊരു ഭീഷണി ഉണ്ട്. അതിനായിട്ട് ഒരു കാരണം പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് അമിതമായിട്ട് ചുമത്തിയിരിക്കുന്ന രാജ്യങ്ങളാണ്. അവ കുറച്ചില്ല എങ്കിൽ, ഇല്ലെങ്കിൽ അവ വേണ്ടെന്ന് വെച്ചില്ല എങ്കിൽ ഞങ്ങളും താരിഫ് നിരക്ക് കണ്ടമാനം കൂട്ടി ഇറക്കുമതി ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അത് പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു തന്ത്രം കൊണ്ട് പ്രയോഗിക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രതിരോധ ആയുധങ്ങൾ, ഗുണനിലവാരം കുറഞ്ഞ ആയുധങ്ങൾ ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുക. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വൻതുക ചിലവാക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള നല്ലൊരു വിപണിയായിട്ട് ഇന്ത്യയെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇന്ത്യ അവരുടെ ഗുണനിലവാര വസ്തുക്കൾ, ഇല്ലാത്ത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാതെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അമേരിക്കൻ രാജ്യങ്ങളിലെ കമ്പനികളിലെ ഉൽപ്പന്നങ്ങൾ താരിഫ് കുറച്ച് ഇന്ത്യയിലേക്ക് ഒഴുക്കി വിടുക, അങ്ങനെ ഒരു വിപണി ഇന്ത്യയിൽ കണ്ടെത്തുക. ലോക വിപണിയായിട്ട് ലോക കമ്പോളമായിട്ട് ഇന്ത്യയെ പലരും കണക്കാക്കുന്നുണ്ട്. തന്നെ ജനസംഖ്യയുണ്ട്, ഉണ്ടാകുന്ന ഫണ്ട് വാങ്ങിക്കൂട്ടാൻ വേണ്ടി വിനിയോഗിക്കും. അങ്ങനെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ വിറ്റൊഴിക്കുക എന്ന് അങ്ങനെ സാമ്പത്തിക അടിമത്തത്തിലേക്ക് നമ്മൾ മാറേണ്ടിയും വരും. ആ ഒരു ലക്ഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. ഏതായാലും അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള വസ്തുക്കൾ അന്താരാഷ്ട്ര ലെവലിലുള്ളത് ഇന്ത്യയിൽ വില കുറഞ്ഞ് എത്തും എന്നുള്ളതാണ്. പക്ഷേ ഓഹരി വിപണിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയുള്ളത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓഹരികളുള്ള കമ്പനിയുടെ ഉൽപ്പാദനം കുറയുകയും പൂർണ്ണ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിയുമ്പോൾ അവയെക്കാട്ടിലും ഗുണനിലവാരം കൂടിയതായിട്ടും വിദേശത്ത് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഇഷ്ടം പോലെ ഇവിടെ കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളും വ്യവസായം അടച്ചുപൂട്ടേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നിഫ്റ്റി 22,337, ബാങ്ക് നിഫ്റ്റി 48,489, ഫൈനാൻസ് നിഫ്റ്റി 23,050, സെൻസെക്സ് 73,730 നിൽക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. IPO വരുന്ന കമ്പനി നാപ് ഗ്ലോബൽ ഇന്ത്യ ഓഹരിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ഒന്ന് വാങ്ങാനുള്ള അവസാന തീയതി ഇന്ന് 5 മണിക്ക് മുമ്പാണ്. വില 90 രൂപയാണ്. ഒരു ലോട്ടെന്ന് പറയുന്നത് 1,600 എണ്ണത്തിനെങ്കിലും അപേക്ഷിച്ചിരിക്കണം. 1,44,000 രൂപ അതിനായിട്ട് മാറ്റിവെക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. സ്പ്ലിറ്റ് വരുന്ന കമ്പനി കോഫോർജ് 7,811, സ്പ്ലിറ്റ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സോഫിറ്റ് 35 രൂപ, സ്പ്ലിറ്റ് 1:10, 21 മാർച്ചാണ്. ഒപ്റ്റിമോ ഫൈനാൻസ് 206, സ്പ്ലിറ്റ് 1:10, 21 മാർച്ചാണ്. SBC എക്സ്പോർട്സ് 20, സ്പ്ലിറ്റ് 1:2, 10 മെയ് ആണ്. ഷാൻഡോ ഇന്ത്യ 49, സ്പ്ലിറ്റ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. അമി ഓർഗാനിക് 2,223 രൂപ, സ്പ്ലിറ്റ് 1:2, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രാജസ്ഥാൻ ട്യൂബ് 139 രൂപ, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ബ്ലൂ പേൾ 144 രൂപ, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഷാലിമാർ ഏജൻസി 115, സ്പ്ലിറ്റ് 1:10, 14 മാർച്ചാണ്. ലാസ്റ്റ് മൈൽ 230, സ്പ്ലിറ്റ് 1:2,
21 മാർച്ചാണ്. ഡിവിഡൻഡ് വരുന്ന കമ്പനി ബെല്ല് 274, ഡിവിഡൻഡ് 1.50, 11 മെയ്യാണ്. സൺഫൈ കൺസ്യൂമർ 4677, 55 രൂപ ഡിവിഡൻഡ്, 28 ഏപ്രിൽ. വിഷ്യേഴ്സ് ഇന്ത്യ 3988, ഡിവിഡൻഡ് 14 രൂപ 50 പൈസ, 1 മെയ്. KSB 607, ഡിവിഡൻഡ് 4 രൂപ, 2 മെയ് ആണ്. ഇലന്ത ബർഗ് 8899, ഡിവിഡൻഡ് 7 രൂപ 50 പൈസ, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. റിസിൽ 5200 രൂപ, ഡിവിഡൻഡ് 26 രൂപ, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. കാസ്ട്രോൾ ഇന്ത്യ 179, ഡിവിഡൻഡ് 950, 18 മാർച്ചാണ്. ബോണസ് വരുന്ന കമ്പനി KBC ഗ്ലോബൽ 115, ബോണസ് 1:1, 10 മെയ്. ഗ്യാംകോ 80, ബോണസ് 5:4, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പദം കോട്ടൺ യാർഡ് 157, ബോണസ് 2:3, 18 മാർച്ചാണ്. SBC എക്സ്പോർട്സ് 19, ബോണസ് 1:2, 19 മാർച്ചാണ്. ഈ ഒരു റിപ്പോർട്ട് പഠനാർത്ഥം തയ്യാറാക്കിയിരിക്കുന്നതാണ്. നിങ്ങളുടെ അറിവിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ്. ഇത് അറിവിലേക്ക് സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് അനുസരിച്ച് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് യാതൊരു കാരണവശാലും കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് കൂടുതൽ പഠിച്ചതിന് ശേഷം സ്വയം തീരുമാനമെടുക്കുക. മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കാതിരിക്കുക. നിങ്ങളുടെ വൻ നഷ്ടം ഒഴിവാക്കാൻ അത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.